എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലേ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, മാസങ്ങളായിട്ട് ആക്ച്വലി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സെൽഫ് ഹീലിംഗ് ജേർണിയിലൂടെയാണ്. എങ്ങനെ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, നമ്മളതിൻ്റെ ഫൗണ്ടേഷൻ മനസ്സിലാക്കി, ബേസ്മെൻറ്റ് അല്ലേ. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർഗീവ്നെസ്. ഇതാണ് ഒരു സെൽഫ് ഹീലിങ്ങിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര ഹയർ ക്ലാസ്സസിലോട്ട് നിങ്ങൾ പഠിച്ചാലും വിത്തൗട്ട് ദിസ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരുപാട് പേർക്ക് മിറാക്കുലസ് ആയിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് ഈ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അവരുടെ വർഷങ്ങളോളം കൊണ്ടു നടന്ന ഭാരം അതൊക്കെ ഇറക്കി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊരു അവയർനെസ് കിട്ടിയിട്ടുണ്ട്. സോ ഇതായിരുന്നു നമ്മുടെ ഫൗണ്ടേഷൻ. ഇനി നമ്മൾക്ക് വാട്ട് നെക്സ്റ്റ്? അടുത്തത് എന്താണ്? നമ്മൾ ഈ ലൈഫിൽ നമ്മൾ വന്നതിന് ഒരു പർപ്പസ് ഉണ്ടല്ലേ. നമ്മൾ ആരും ഈ ഭൂമിയിൽ വെറുതെ വന്നവരല്ല, എന്തെങ്കിലും ഒരു ദൗത്യത്തോടെ വന്നവരായിരിക്കും. സോ എന്താണ് എൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാവും. ചിലർ ചിന്തിച്ചിട്ടില്ല, ചിലർ അവിടെ റീച്ച് ചെയ്തിട്ടുണ്ടാവും, ചിലർ ഓൺ ദ വേ ആയിരിക്കും, ചിലർ ഇപ്പോഴും ക്വസ്റ്റ്യനിലാണ് എന്താണ് എൻ്റെ പർപ്പസ്, എന്താണ് എൻ്റെ ജീവിത ഉദ്ദേശം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സോ ഇതാണ് ഈ 21 ദിവസത്തെ നമ്മളുടെ നെക്സ്റ്റ് ക്ലാസ്. നിങ്ങളുടെ പർപ്പസ് ഓഫ് ലൈഫിലോട്ട് എത്തിക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് എത്താമായിരിക്കാം, പക്ഷെ ഒരു 10 times ഫാസ്റ്ററായിട്ട് എത്തിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ. സോ ഇതിനാണ് ഞാൻ നിങ്ങളെ 21 ദിവസത്തെ ക്ലാസ്സിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, ചെറുപ്പം മുതലേ എനിക്ക് ഒരു ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരുന്നു എനിക്ക് എപ്പോഴും താല്പര്യം. ഒരു ഹീലർ ആകുക. അന്ന് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഹീലർ എന്ന് പറഞ്ഞ വേർഡൊന്നും എനിക്കറിയില്ല, പക്ഷേ ഹീലിംഗ് ആയിരുന്നു ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഒരു ഇമോഷണൽ ഹീലർ. അന്ന് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല, പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ പർപ്പസ് ഓഫ് ലൈഫിലോട്ട് എനിക്ക് വേഗം തന്നെ എത്താൻ പറ്റി എന്നുള്ളത്. കാരണം അത് വെറുതെ എത്തിയതല്ല കേട്ടോ. ഇതിനൊക്കെയും നമ്മളുടെ ആ ഒരു പർപ്പസിലോട്ട് എത്തുന്നതിന് മുമ്പിട്ട് നമ്മളെ ഒരുപാട് ഏരിയാസിൽ നമ്മളെ ക്രഷ് ചെയ്യും. നമ്മളെ വളരെയധികം പിഴിഞ്ഞ് ചാറൂറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ആ ഒരു പർപ്പസിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഐ എം സോ ഗ്രേറ്റ്ഫുൾ, ഐ എം സോ താങ്ക്ഫുൾ ഫോർ ഓൾ മൈ ട്രോമാസ്, ഓൾ മൈ ലൈഫ് ലെസൺസ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ലൈഫ് ലെസൺസ് ഉണ്ട്, ഒരുപാട് ട്രോമാസ് ഉണ്ട്, ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഞാൻ ഒരു ഹീലിംഗ് ഒരു ഹീലറായി മാറാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ പീപ്പിൾ എനിക്ക് ട്രോമാസ് തന്നിട്ടുള്ള, എന്നെ ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ടുള്ള. തിരിഞ്ഞു നോക്കുമ്പോൾ ഐ എം സോ ഹാപ്പി. കാരണം ആ ഒരു ചെറുപ്പത്തിൽ തന്നെ എനിക്കത് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് എനിക്ക് ആ ഒരു ലെസൺസ് ഒക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് ഒരു ഹീലിംഗ് ജേർണിയിലോട്ട് എനിക്ക് എന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റി. അതിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അപ്പം ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്, നിങ്ങളിപ്പം ഏത് ഏജിലോ ആയിക്കോട്ടെ, ഈവൻ ഇഫ് യു ആർ ഇൻ യുവർ 20s, 30s, 40s, 50s, 70s, ഏത് ഏജിലോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ തീരുമാനിക്കാതെ നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല. ഇപ്പം പുറമേ കാണുന്ന ഒരു ഹീസ് ഹാവിങ് എ ഗുഡ് ജോബ്, ഗുഡ് ലൈഫ്, ഗുഡ് ഫാമിലി ഒക്കെയും വിചാരിക്കും. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് ആർ യു ഹാപ്പി? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പുറമേ കാണുമ്പോഴത്തേക്കോ എന്തിൻ്റെ കുറവാ അയാൾക്കുള്ളത്, ഇത്രയും നല്ലൊരു കുടുംബമുണ്ട്, നല്ല ജോലിയുണ്ട്, ഇത്രയും വരുമാനമുണ്ട്, ഇതൊക്കെ വിചാരിക്കും. പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല അയാൾ ഹാപ്പിയാണോ എന്നുള്ളത്. നമുക്ക് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഉറങ്ങുമ്പോൾ സമാധാനമായിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങണം അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡൺ. പക്ഷെ അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് യു നീഡ് ഹീലിംഗ്. നിങ്ങൾക്ക് ആ ഒരു സമാധാനത്തോടെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കണം. ആൻഡ് ഈ 21 ദിവസത്തെ ക്ലാസ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആട്ടോ. അതിലോട്ട് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ശ്രമിക്കുന്നത്. കാരണം ശ്രമിക്കുന്നതെന്ന് തന്നെ പറയാം. കാരണം എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ജേർണി ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് സ്ട്രഗ്ലിങ്സ് ഉണ്ടാവും. അതിൽ നിന്ന് ഓരോന്നിനെ നമ്മൾ റിലീസ് ചെയ്ത് നിങ്ങളെ പോളിഷ് ചെയ്ത് വേണം ഈ ആ ഒരു ജേർണിയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വരണം, എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കേട്ടിട്ട് വളരെ ലൈറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷീ കുഡ് ഹെൽപ്പ് മീ,
ഇയാൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഷിബിനയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ, ആ ഒരു ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നമ്മൾ 21 ദിവസത്തെ വർക്ക്ഷോപ്പിലോട്ട് നമ്മൾക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രാൻസ്ഫോം യുവർ ലൈഫ്. ബിക്കോസ് വൂൺസ് ആർ നോട്ട് യുവർ പ്രോബ്ലം, ഹീലിംഗ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും ആ ഒരു വൂണ്ടിലൂടെ ആർക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കത്തില്ല. ബിക്കോസ് വൂൺസ് ഉണ്ടാവണം. വൂൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫോം ആവാൻ പറ്റത്തുള്ളൂ. ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് ഹീലർ ആവാൻ പറഞ്ഞു തരാനുള്ള യോഗ്യത ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഒക്കെ ട്രാവൽ ചെയ്യുന്നത് ഇറ്റ്സ് ഓൾ ഫോർ ഗുഡ് റീസൺ. നിങ്ങൾ ഇപ്പം കടന്നു പോയിട്ടുള്ള എല്ലാ മുറിവുകളും എല്ലാ വേദനയും നിങ്ങളുടെ ലൈഫ് ലെസൺസ് ആണെന്ന് മനസ്സിലാക്കൂ. അത് മനസ്സിലാക്കി നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഐ വെൽക്കം യു ഓൾ. 21 ദിവസത്തെ ക്ലാസ്സിലോട്ട് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.